അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അന്യൻ്റെ മവാഹിബുൽ ജലിയായുടെ 31-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അന്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തൽ നഷ്ടമാ, അതിലുത്തമം ക്ഷമിച്ചിട്ടിരിക്കൽ മെച്ചമാ. അത്യാഗ്രഹം കൊണ്ടുള്ളതും നഷ്ടത്തില, ആദം മുതൽ ഇന്നും നെടും ഖേദത്തില. അനുവാദമില്ലാതെ കടക്കരുതെങ്ങുമേ, അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ. ഒളിച്ചുള്ള നേട്ടം നോട്ടം കേൾവിയും അന്യായമാം, വലാ തജസ്സസു ഇലാഹിൻ വാക്യമാം. ചൂഴ്ന്ന് അന്വേഷിക്കാൻ പാടില്ല. ശരിയായ വഴിയിൽ കൂടി വേണം ചെല്ലുവാൻ, അല്ലാതെ ചെന്നാൽ ഇടവരും ക്ലേശിക്കുവാൻ. ഫറൂഖുന സയ്യിദ് ഉമർ തൻ നാട്ടിൽ വഴിമധ്യ നിന്നൊരു പാട്ടു കേട്ടൊരു വീട്ടിൽ. മതിലിൻ്റെ മീതെ ചാടിദാനം നേരം, കതകിൻ്റെ പഴുതിൽ കൂടി നോക്കും നേരം. കള്ളും കുടിച്ച് രസിച്ചു കൊണ്ടാ പാട്ട്, ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് തൻ്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് ഇങ്ങനെ പാട്ട്, സൂപ്പർ പാട്ട് ഇങ്ങനെ കേൾക്കണം. നോക്കുമ്പോൾ വായിൽ തുറക്കാൻ പറഞ്ഞു. കഥകിൻ്റെ പഴുതി കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നല്ല കുടിച്ചിട്ട് പാടുകയാണ്, മങ്കൂറിനെ അടിച്ചിട്ട് ഇങ്ങനെ പാടുകയാണ്, കള്ളുടിച്ചിട്ടാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു തുറക്കടാ പൂട്ടുക പറഞ്ഞു. ആരും ഉമറുൽ ഫാറൂഖ് അല്ലേ. പെട്ടെന്ന് വാതിലകത്ത് നിന്ന് തുറന്നേ, പുലി പോലെ മീറെ കണ്ടയാൾ ഇറക്കുന്നേ. ഉമറിൻ്റെ ഉമറുൽ ഖത്താബാണ്. വാതിൽ തുറന്നു, അയാളിങ്ങനെ വിറക്കുകയാണ്. പക്ഷേ പ്രജയെങ്കിലും, മഹാനായ ഉമർ ഖത്താബിൻ്റെ പ്രജയാണ് അദ്ദേഹം, കള്ളു കുടിച്ചിട്ടാണ്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, പ്രജയെങ്കിലും കൂസാതതാ പറയുന്ന്, ഖുർആൻ്റെ നിയമം കേൾക്കാമീറേ നിന്ന്. ചില കള്ളുടിയന്മാർ അങ്ങനെയാണ്. നമുക്ക് വലിയ ദീനുണ്ടാക്കാൻ വേണ്ടി പോയാലേ ഓല് നമ്മളെ പഠിപ്പിച്ചു. എന്താ അദ്ദേഹം പറയണം, കള്ളുടിയനായ മനുഷ്യൻ പറയണം ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയുകയാണ്, ഒരു തെറ്റു മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ, മൂന്നെണ്ണമുണ്ടേ തെറ്റു പറയാൻ നിങ്ങളെ. കള്ളുകുടിയനായ മനുഷ്യൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, ഉമറുൽ ഫാറൂഖിനോട് പറയണം, ഉമറേ താങ്കൾ എൻ്റെ നേതാവാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ 3 തെറ്റ് ചെയ്തു പറഞ്ഞു. എന്താണ് ചോദിച്ചു. അനുവാദമില്ലാതിവിടമിൽ കടന്നൊന്ന്, ഒന്ന് മതിലിൻ്റെ മീതെ ചാടി നിങ്ങൾ വന്ന്, 2 കതകിൻ്റെ പഴുതിൽ കൂടി നോക്കി, 3 ഇത് ന്യായമാണോ തങ്ങളെ പറ നിന്ന്. കള്ളുകുടിയനായ മനുഷ്യൻ ഇതാണ് പറഞ്ഞപ്പോൾ മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 2ാമത്തെ പ്രസിഡന്റ്, മക്കയൊക്കെ കിട്ടുകിട്ട വിറപ്പിച്ചിരുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ വേർക്കാൻ തുടങ്ങി. വിയർപ്പിൽ മറുകുളിച്ചിട്ടതാ പറയുന്നേ, സഖിയേ എനിക്ക് ക്ഷമിക്കണേ ഇന്നൊന്ന്. നമ്മളിവിടുത്തെ നേതാക്കന്മാരെ ചെങ്കിലും അവനെ ശരിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പേടിച്ചു പറിച്ചു. കണ്ടോ, ഒന്ന് ക്ഷമിക്കണം എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതാണ് വിഷയം. ഇനി പറയുന്നത്, പെണ്ണിൻ്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കൊണ്ടാമണ്ടി. അത് പിന്നെ ഒരു വിഷയമാണ്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ പെണ്ണിൻ്റെ മേത്താണ്. എല്ലാ ആണുങ്ങളെയും കയറിയിട്ട് കെട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ പെണ്ണ് കെട്ടിയ കാര്യം പ്രശ്നമായി. അപ്പോൾ അതാണ് പെണ്ണിൻ്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി. ശരിക്കുള്ള കല്യാണ കേസിൻ്റെ എല്ലാം പറയണമെങ്കിലും ഒക്കെ കണക്ക് തന്നെയാണെന്ന് പറയാം. മിണ്ടിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം എന്താ, കാന്ത ഇരുമ്പും പണ്ടേ ബന്ധാണ്. കാത്തിട്ടിരുന്നും നോക്കലാണേ കണ്ണ്,
കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ പെണ്ണ്. ഇബിലീസ് വിട്ട അമ്പിലുണ്ടേ നെഞ്ച്, ഇരുഭാഗവും അതിനാൽ തകർന്നേ നെഞ്ച്. ചിന്തിച്ച് ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ, പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലിണമാ. അപ്പം എന്തൊരു കാര്യം അത് ചിന്തിച്ചിട്ട് ചോദിച്ചിട്ട് ചെയ്യണം. കാരണം ചിന്തിച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനാണ് ചെയ്താൽ അത് വെള്ളത്തിലാക്കാനും പ്രശ്നത്തിലാക്കാനും. പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലിണമാ. പഠിച്ചാതെ പാടി എങ്ങനെ ഉണ്ടാവും? എൻ്റെ പോലെ ഉണ്ടാവും. പഠിച്ചിട്ട് പാടുകയാണെങ്കിൽ ചിത്ര പാടും പോലെ പാടാം. എങ്ങനെ ചിത്രം എങ്ങനെ പാടുക? ചിത്ര പാടുമ്പോൾ പാടാൻ വയ്ക്കണ്ട. അപ്പോൾ അതാണ് പഠിച്ചിട്ട് പാടണമെന്നാണ് പറയണം. മധുരം പെരുത്തേ തേൻ സ്വഭാവം മോശമാ, വിഴുങ്ങിക്കളഞ്ഞാൽ എന്ത് ചെയ്യും ക്ലേശമാ. ഉപദേശമായി വിവരിച്ചതും ലുക്കുമാന, അത് കേട്ട് നിന്നത് തന്മകൻ താറാന. റബ്ബിൻ്റെ വിധിയെ വെല്ലുവാൻ തുനിയാതിരി, നീ തന്ത്രശാലികളിൽ ഉയർന്നാലും ശരി. മുറുകെ പിടിച്ചോ റബ്ബിനെ നീ എപ്പോഴും, നീങ്ങാത്ത തണലോ നീ മരിച്ചാൽ തന്നെയും. അപ്പോൾ എന്നും ഉണ്ടാകണ ആളെ പിടിച്ചുക. ഇവിടുന്ന് ഇപ്പോൾ ഒരു തുണക്കാരനെയും കൂട്ടുകാരനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി പിടിച്ച് നമ്മൾ ഈ ദുനിയാവ് നടത്താൻ വേണ്ടിയിട്ട് അയാളെ പിന്നാലെ കൂടി എന്തെല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടും കാര്യമല്ല. അപ്പോൾ എന്നും നിലനിൽക്കുന്ന ആൾ, എന്നും സഹായം കിട്ടുന്ന ആളാരാ? അത് അള്ളാഹിനോട് പിടിച്ചുക. എന്നാൽ ദുനിയാവിൽ നിന്നും ആഖിറത്തിനും എന്താവും? നമുക്ക് മരിച്ചാലും നമുക്ക് തണലാണ്. അപ്പോൾ ദുനിയാവിൽ നിന്ന് അള്ളാഹിനെ തന്നെ പിടിച്ചാൽ മതി, എന്നാൽ പ്രശ്നം കഴിഞ്ഞു. നീ മുറുകെ പിടിച്ചോ റബ്ബിനെ നീ എപ്പോഴും, നീങ്ങാത്ത തണലോ നീ മരിച്ചാൽ തന്നെയും. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.